അന്യഗ്രഹജീവി അഥവാ ഏലിയൻസ്. ഈ വിശാലമായ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി. എന്തുകൊണ്ടാണ് ഇവയെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്തത്? ഇതെല്ലാം നമ്മൾ അറിയാൻ പോകുന്നു. അന്യഗ്രഹജീവി അതായത് ഭൂമിക്ക് പുറത്തുള്ള മറ്റൊരു ബഹിരാകാശ വസ്തുവിലുള്ള ജീവി. മറ്റൊരു ബഹിരാകാശ വസ്തു എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഗ്രഹമായിരിക്കാം, ഉപഗ്രഹമായിരിക്കാം, അത് ഒരു ഉൽക്കയായിരിക്കാം, അങ്ങനെ ബഹിരാകാശത്തുള്ള എന്തുമായിരിക്കാം. ഒരുപക്ഷെ ഭൂമിയുടെ ഒരുപാട് അകലത്തിൽ ഏതെങ്കിലും കോണുകളിൽ ജീവിക്കുന്ന ഏലിയൻസിനെ ആയിരിക്കാം നമ്മൾ തേടുന്നത്. ഈ അന്യഗ്രഹ ജീവികളെ നമ്മൾ അന്വേഷിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ വലിപ്പം എത്രമാത്രമാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ഭൂമിയെ പോലെ തന്നെ സൂര്യനെ വലയം വെക്കുന്ന മറ്റ് 7 ഗ്രഹങ്ങളും അവയുടെ എല്ലാം ഉപഗ്രഹങ്ങളും ഛിന്നഗ്രഹങ്ങളും അനേകം ഉൽക്കകളും കൂടി ചേർന്നാണ് നമ്മുടെ സൗരയൂഥം. സൗരയൂഥത്തിൻ്റെ വലുപ്പം എത്രയാണെന്ന് നോക്കുമ്പോൾ സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമായ നെപ്റ്റ്യൂണിലേക്കുള്ള ദൂരം 450 കോടി കിലോമീറ്ററുകളാണ്. സൗരയൂഥത്തിൻ്റെ പുറത്ത് മഞ്ഞുമാളികൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ആവരണമുണ്ട്, ഊട്ട് ക്ലൗഡ്. സൂര്യനിൽ നിന്നും ഏകദേശം 2 ലക്ഷം ആസ്ട്രോണമിക്കൽ അകലത്തിലാണ് ഊട്ട് ക്ലൗഡ് സ്ഥിതി ചെയ്യുന്നത്. ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യനും ഭൂമിയുമായുള്ള അകലം, അതായത് 14.9 കോടി കിലോമീറ്റർ. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ഈ അകലത്തിൻ്റെ 2 ലക്ഷം ഇരട്ടി ദൂരത്തിലാണ് ഊട്ട് ക്ലൗഡ്സ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ സൗരയൂഥത്തിൻ്റെ അത്രയും വലുപ്പമാണ്. അതിനേക്കാൾ കൂടുതലോ കുറവോ വലുപ്പമുള്ള കോടിക്കണക്കിന് സൗരയൂഥം ചേർന്നതാണ് നമ്മുടെ ഗാലക്സിയായ മിൽക്കി വേ. മിൽക്കി വേക്കുള്ളിൽ സൂര്യനേക്കാളും വലുതും ചെറുതുമായ ഒരുപാട് നക്ഷത്രങ്ങളുണ്ട്. അതിനുള്ള ഏതെങ്കിലും ഗ്രഹത്തിലാണെങ്കിലോ ഏലിയൻസ് വസിക്കുന്നത്? അങ്ങനെയും ആകാം. നമ്മുടെ തൊട്ടടുത്തുള്ള എക്സോ പ്ലാനറ്റിൽ പോലും പോകാൻ ചിന്തിക്കാൻ കഴിയാത്ത നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഗാലക്സിയിലുള്ള മറ്റു ഗ്രഹങ്ങളിൽ ജീവിക്കുന്ന ഏലിയൻസിനെ കാണാൻ സാധിക്കുക? അമേരിക്കയിൽ ഏറ്റവും ദുരൂഹതമായ പ്രദേശമായി നമ്മൾ കേട്ടിട്ടുള്ളത് ഏരിയ 51 കുറിച്ചാണ്. അമേരിക്കയിലെ ലാസ് വേഗാസിൽ നിന്നും 35 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന നെവാഡ മരുഭൂമിയിലെ ലൂം തടാകത്തിൻ്റെ സമീപത്ത് 2.9 മില്യൺ പ്രദേശമാണ് ഏരിയ 51 എന്നറിയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ സ്ഥലം അമേരിക്കയിലുള്ള ആയുധ പരീക്ഷണങ്ങൾക്കുള്ള സ്ഥലമായിരുന്നു. എന്നാൽ ഈ പ്രദേശത്ത് ഏലിയൻസ് വരാറുണ്ട് എന്നും അവരെ തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ് എന്നും അന്യഗ്രഹ ജീവികളെ വെച്ച് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും പ്രചരിക്കുന്നുണ്ട്. എല്ലാം വെറും ഗൂഢാലോചന സിദ്ധം മാത്രമാണ്. ഈ പ്രപഞ്ചത്തിൽ ഏലിയൻസുമായി കണക്ട് ചെയ്ത ഒരു തെളിവും ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. 2020 പെൻറ്റഗൺ പുറത്തുവിട്ട 6 വർഷങ്ങൾക്ക് മുമ്പുള്ള UFOയുടെ 3 വീഡിയോകളിൽ ഒന്നാണിത്. അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്നിട്ടുണ്ട് എന്ന തരത്തിൽ ലോകം മുഴുവൻ ഇത് പ്രചരിച്ചു. എന്നാൽ ഇതിൽ കാണപ്പെടുന്ന അൺഐഡൻറ്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ് എന്നുള്ള അഥവാ തിരിച്ചറിയാൻ പറ്റാത്ത പറക്കുന്ന വസ്തു എന്ന് UFOകളിൽ പലതുമാണ്. ഇതെല്ലാം ചാരപ്രവർത്തനങ്ങൾക്ക് വേണ്ടി ശത്രുരാജ്യങ്ങൾ അയച്ച ഡ്രോൺ എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മാത്രമല്ല ഇങ്ങനെ കാണുന്ന ഈ വസ്തു ഫ്ലൈയിങ് ബലൂൺസും സ്പൈ ഡ്രോപ്സും മിലിറ്ററിയുടെ പരീക്ഷണ പറക്കലുമാണെന്നാണ് ഈ ദൃശ്യങ്ങളെല്ലാം പരിശോധിച്ച വിദഗ്ധർ പറയുന്നത്. മാത്രമല്ല UFO എന്ന് പറഞ്ഞാൽ അന്യഗ്രഹ ജീവിയുടെ വാഹനമല്ല, അത് തിരിച്ചറിയാൻ പറ്റാത്ത പറക്കുന്ന വസ്തു മാത്രമാണ്. അത് പലതുമാണ്. അതുപോലെ തന്നെ ഏലിയൻസ് തങ്ങളെ തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടെന്നും അവരുമായി ആശയവിനിമയങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നും പറയുന്നവരുണ്ട്. ചൊവ്വയിൽ നിന്നും ഭൂമിയിലേക്ക് വന്ന അന്യഗ്രഹ ജീവിയാണ് താൻ എന്ന് വാദിച്ച മോറിസ് കബാലനെ എല്ലാവരും ഓർക്കുന്നുണ്ടാവും. ഇതിനൊന്നും യാതൊരു വിദഗ്ധമായ ശാസ്ത്രീയ തെളിവുകളില്ല. ഇതെല്ലാം വെറും അവകാശവാദങ്ങൾ മാത്രമാണ്. ഈ അന്യഗ്രഹ ജീവിയുമായി കണക്ട് ചെയ്ത മറ്റൊരു കാര്യമാണ് ക്രോപ്പ് സർക്കിൾസ്. ഇംഗ്ലണ്ടിൽ തുടങ്ങി ലോകത്തിൽ പല ഭാഗങ്ങളുമായി വയലുകളിൽ ഡിസൈൻ ചെയ്ത വൃത്ത ആകൃതിയിലുള്ള രൂപങ്ങളാണ്
അന്യഗ്രഹ ജീവികൾ നിർമ്മിച്ചു എന്നാണ് ഇത് പ്രചരിക്കപ്പെട്ടിട്ടുള്ളത്. അതായത് പ്രപഞ്ചത്തിൻ്റെ ഏതോ ഒരു കോണിൽ നിന്നും തങ്ങളുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കോടിക്കണക്കിന് പ്രകാശവസ്തുക്കൾ സഞ്ചരിച്ച് വയലിൽ ചിത്രം വരയ്ക്കാൻ മാത്രമായി ഭൂമിയിലെത്തി ഉടനെ തിരികെ പോയ അന്യഗ്രഹ ജീവികൾ. പല സ്ഥലത്തും ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ പ്രചാരകർ മാത്രമാണെന്ന് കണ്ടെത്തുകയും അവരെ പിടികൂടുകയും ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ വർഷം അന്യഗ്രഹ ജീവികളുമായി ബന്ധപ്പെട്ട് ഒരു വാർത്ത ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. സിറ്റിയിൽ 2 അന്യഗ്രഹ ജീവികളുടെ ശവശരീരം കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ഇതിന് പറയുന്നത്. 3 വിരലുകളുള്ള അധികം വലുപ്പമില്ലാത്ത മനുഷ്യരുമായി സാമ്യമുള്ള ശവശരീരം. ലോകം മുഴുവൻ കാട്ടുതീ പോലെ പ്രചരിച്ച ഒരു വാർത്തയായിരുന്നു. ഇത് പ്രചരിപ്പിച്ചത് മെക്സിക്കോ സിറ്റിയിലെ ജേർണലിസ്റ്റും യുഎഫോളജിസ്റ്റുമായ ജെയ്മി മൗസനാണ്. ഇതിനു മുമ്പ് 2015 ഒരു മനുഷ്യക്കുട്ടിയുടെ ശവശരീരമെടുത്ത് അത് ഏലിയൻ്റെ ശവശരീരമാണെന്ന് ഇദ്ദേഹം പ്രചരിപ്പിച്ചിട്ടുണ്ട്. പിന്നീട് അതിൻ്റെ എല്ലാം സത്യാവസ്ഥകൾ കണ്ടുപിടിക്കുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും ലോകത്തിൻ്റെ മുന്നിൽ മറ്റൊരു തട്ടിപ്പുമായി വന്ന ഇയാൾക്ക് യാതൊരു പ്രശസ്തിയുമില്ല. അന്യഗ്രഹ ജീവികളാണ് ഭൂമിയിൽ മനുഷ്യരെ സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവരുണ്ട്. സൗരയൂഥത്തിൽ മറ്റൊരു ഗ്രഹമായി നിബ്രുയുടെ അനുയായികൾ എന്ന് പറയുന്ന അന്യഗ്രഹ ജീവികൾ വസിക്കുന്നുണ്ട് എന്നും അവരാണ് ലക്ഷക്കണക്കിന് മുമ്പ് ഭൂമിയിൽ വന്ന് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നും വാദിക്കുന്നവരുണ്ട്. അവർ ഇടയ്ക്ക് ഭൂമിയിൽ വന്ന് മനുഷ്യരെ സന്ദർശിക്കുന്നുണ്ട് എന്നും പറയുന്നവരുണ്ട്. എന്നാൽ അനുനാഗികൾ എന്നുള്ളത് സുമേരിയക്കാരുടെ ഐതിഹ്യങ്ങളിലുള്ള ദൈവങ്ങളാണ്. ആ കഥകളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തി അന്യഗ്രഹ ജീവികളെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇതിപ്പോൾ വാദിക്കപ്പെടുന്നത്. പല യൂട്യൂബ് ചാനലുകളിൽ ഇത് വളരെ വിശ്വസനീയമായ രീതിയിൽ അവതരിപ്പിക്കുന്നവരുണ്ട്. എന്നാൽ തെളിവുകളെപ്പറ്റി ഒന്നും വിശ്വസിക്കാതെ ഇതെല്ലാം തള്ളി വിടുകയാണ് ചെയ്യുന്നത്. പണ്ട് ഭൂമിയിലെത്തിയ ഏലിയൻസിന് സ്വയം രൂപം മാറാൻ കഴിവുള്ളവരാണ് എന്നും നമ്മെപ്പോലെ നമ്മുടെ ഇടയിൽ വസിക്കുന്നുണ്ട് എന്നും പ്രചരിക്കുന്നു. എന്നാൽ ഏലിയൻസ് ഭൂമിയിൽ വന്നതിൻ്റെയോ അവർ ഇവിടെ എന്തെങ്കിലും ചെയ്തതിൻ്റെയോ യാതൊരു തെളിവും ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതിൻ്റെ യാതൊരു തെളിവുകളും ഇന്നേ വരെ ലഭിച്ചിട്ടില്ല. ഇതെല്ലാം വെറും കോൺസ്പിറസി തെളിവുകളും അവകാശവാദങ്ങളും മാത്രമാണ്. വേറെ പറഞ്ഞതിൻ്റെ തെളിവ് പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണ് എന്നും പ്രപഞ്ചത്തിൽ അന്യഗ്രഹ ജീവികൾ ഇല്ല എന്നും അല്ല പറഞ്ഞത്. തീർച്ചയായും ഉണ്ടാകും. ഏലിയൻസ് ഇല്ല എന്ന് വിശ്വസിക്കുന്നത് തന്നെ വലിയ മണ്ടത്തരമാണ്. എന്നാൽ അന്യഗ്രഹങ്ങളിൽ ജീവിക്കുന്ന ചെറുതോ വലുതോ ആയ ജീവികളെ നമ്മുടെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ഇതുവരെ നമുക്കും അവർക്ക് നമ്മളെയും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. നാളുകൾ കഴിയുന്തോറും നമ്മുടെ സാങ്കേതിക വിദ്യകൾക്ക് പുരോഗതി ലഭിച്ച് നമുക്ക് അവരെ കണ്ടെത്താൻ സാധിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?